കാഴ്ചയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാനാകില്ല. അതുകൊണ്ടാകാം കണ്ണില്ലെങ്കിൽ അറിയാമെന്ന പഴമൊഴി ഇന്നും പുതുമൊഴി പോലെ നിലനിൽക്കുന്നത്. കാഴ്ച നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്ലോക്കോമ. കണ്ണിനുള്ളറകളിലെ രക്തമർദ്ദം വർദ്ധിച്ച് നാഡികളുടെ പ്രവർത്തനം നശിച്ചു പോകുന്ന അവസ്ഥയാണിത്. കാഴ്ചയുടെ വ്യാപ്തി ക്രമേണ കുറഞ്ഞ് ട്യൂബുലാർ കാഴ്ചയിലെത്തി പിന്നീട് തീർത്തും അന്ധതയിലെത്തുന്ന അവസ്ഥയാണ് ഈ രോഗം. പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിക്കാതെ അന്ധത സമ്മാനിക്കുന്ന രോഗമായതിനാലാണ് ശാസ്ത്രലോകം ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിച്ചതും. നമ്മുടെ രാജ്യത്തും പതിനായിരങ്ങളാണ് ഓരോ വർഷവും ഗ്ലോക്കോമ കാരണം അന്ധരായിത്തീരുന്നത്. കണ്ണിലെ മർദ്ദവ്യത്യാസങ്ങൾ പരിശോധിക്കലാണ് രോഗം കണ്ടെത്താനുള്ളൊരു മാർഗം. റൈഹാൻ കണ്ണാശുപത്രി പോലുള്ള ആതുരാലയങ്ങളിൽ ഗ്ലോക്കോമ നിർണയത്തിനുള്ള ആധുനിക സൗകര്യങ്ങളുണ്ട്. ഒരിക്കൽ അന്ധത ബാധിച്ചാൽ പിന്നീടൊരിക്കലും കാഴ്ച തിരിച്ചെടുക്കാൻ കഴിയാത്ത രോഗമാണിത്. അതുകൊണ്ടാണ് 40 വയസ്സ് പിന്നിട്ടാൽ വർഷത്തിലൊരിക്കലെങ്കിലും ഗ്ലോക്കോമ ടെസ്റ്റ് നടത്തണമെന്ന് നേത്രരോഗ വിദഗ്ധർ നിർദ്ദേശിക്കുന്നതും. പുതിയ സാഹചര്യത്തിൽ ഗ്ലോക്കോമ രോഗികളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയും ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രചരണങ്ങളുമായി രംഗത്തുണ്ട്. മാർച്ച് മാസത്തിലെ 2ാം വാരം ലോക ഗ്ലോക്കോമ വാരമായാണ് ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നതും. കാഴ്ചയുടെ നിശബ്ദ കൊലയാളിക്കെതിരെ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ റാലി. ലോക ഗ്ലോക്കോമ ദിനാചരണത്തിന്റെ ഭാഗമായി എടപ്പാൾ ജംഗ്ഷനിലാണ് റാലി സംഘടിപ്പിച്ചത്. റാലിയും ബോധവൽക്കരണ പഠന ക്ലാസും MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും നേത്രരോഗ പഠന ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ റൈഹാൻ ഹോസ്പിറ്റലും റൈഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയും സംയുക്തമായാണ് ബോധവൽക്കരണ റാലിയും പഠന ക്ലാസും സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ ഓഫ്താൽമിക് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടന്ന റാലിയും പഠന ക്ലാസും MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ ജംഗ്ഷനിലെ പട്ടാമ്പി റോഡിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി കോളേജ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പഠന ക്ലാസിൽ റൈഹാൻ ഹോസ്പിറ്റൽ MD ഡോക്ടർ സലാഹുദ്ദീൻ അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ അൻവർ ഷക്കീബ്, ജനറൽ മാനേജർ സിറാജുദ്ദീൻ, PRO ഉണ്ണികൃഷ്ണൻ, റോഡ് ആക്സിഡന്റ് ഫോറം മെമ്പർ ഷാഹുൽ അമീദ് തുടങ്ങിയവർ സംസാരിച്ചു.